ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഫ്രോക്കാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഫുൾ സർക്കുലർ ഫ്രോക്കാണിത്. അപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും ഇതിൻ്റെ വീഡിയോ ഉണ്ടാവുക. ഇത് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. ഓക്കെ. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ നെറ്റിൽ വർക്ക് വരുന്ന ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/2 മീറ്റർ ഉണ്ട്. ഇത് വന്നിട്ട് താഴേക്ക് മാത്രമേ ഉള്ളൂ വർക്ക്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വർക്കില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് തുണിയാണ്. അതിൻ്റെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ക്രേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അതും 1/2 മീറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് വെൽവെറ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ 1 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ലൈനിങ് പീസ് 2 മീറ്റർ. ഓക്കെ, കോട്ടൻ്റെ ലൈനിങ് പീസാണ്. അതിൻ്റെ കൂടെ ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിഫ് നെറ്റും വെക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതുകൂടി ഒന്ന് വാങ്ങാം. ഇതിപ്പോൾ ഒരു 3 വയസ്സിനും 4 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നൊരു ഫ്രോക്കാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുട്ടികളുടെ ഒരു കറക്റ്റ് അളവിലുള്ളൊരു ഫ്രോക്ക് ഇതുപോലെ ഒന്ന് പുറംതിരിച്ച് കറക്റ്റാക്കി ഒന്ന് വിരിച്ചെടുക്കുക. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഒരു നോട്ട് എടുത്തിട്ട് കുറച്ച് അളവുകൾ നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കണം. ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ്, വേസ്റ്റ് ലെങ്ത്ത്, വേസ്റ്റ് വിഡ്ത്ത്, ടോട്ടൽ ലെങ്ത്ത്, നെക്ക് വിഡ്ത്ത്, ഇത്രയാണ് നമുക്കിപ്പോൾ അളവെടുക്കേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ നന്നായി തന്നെ ആ ഫ്രോക്ക് ഒന്ന് ചുളിവൊന്നും വീഴാതെ തന്നെ ഒന്ന് വിരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ എനിക്കിവിടെ 8.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 അറ്റങ്ങളിൽ വെച്ചിട്ടായിരിക്കണം അളവെടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ 8.5 ഇഞ്ച് എനിക്കിവിടെ കിട്ടി. അതിനുശേഷം ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ നെക്കിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗം, ആ ഒരു പോർഷനിൽ വെച്ചിട്ടാണ് നമ്മൾ അളവെടുക്കേണ്ടത്. ലെങ്ത് എല്ലാം നമ്മൾ അളവെടുക്കുമ്പോൾ നമ്മൾ ആ ഷോൾഡറിൻ്റെ ഉയർന്നിട്ടുള്ള ഭാഗത്തു നിന്നാണ് അളവെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ആം ഹോളാണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ 4.5 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മളിതിൻ്റെ ചെസ്റ്റാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഫ്രോക്കിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇരുവശങ്ങളും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ 2 സ്റ്റിച്ചുകൾ തമ്മിലാണ് അളവെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ 11.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡബിളാണ് ചെസ്റ്റ്. 11.5 × 2, അപ്പോൾ 23 ഇഞ്ചാണ് എനിക്കിവിടെ ചെസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്താണ് അറിയേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഉയർന്നു നിൽക്കുന്ന പോർഷനിൽ വെച്ചിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 8.5 ഇഞ്ചാണ് എനിക്കിവിടെ വേസ്റ്റ് ലെങ്ത്ത്. അതിനുശേഷം വേസ്റ്റ് വിഡ്ത്ത് അല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ട്, ഇത് നമുക്ക് അളവെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 11 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഡബിൾ ആക്കണം. 11 × 2 22 ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ടോട്ടൽ ലെങ്ത് ആണ് നോക്കുന്നത്. അപ്പോൾ 22 ഇഞ്ചാണ് എനിക്കിവിടെ ടോട്ടൽ ലെങ്ത് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അളവെടുക്കേണ്ടത് നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തുമാണ്. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്താണ് ഞാൻ ആദ്യം തന്നെ അളവെടുക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഷോൾഡറിൻ്റെ ആ ഉയർന്നിട്ടുള്ള ആ ഭാഗത്ത് വെച്ചിട്ട് വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ 2.25 ഇഞ്ചാണ് ഞാൻ ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഞാൻ ബാക്കിലും ഫ്രണ്ടിലും സെയിം അളവ് തന്നെയാണ് ലെങ്ത്ത് കൊടുക്കുന്നത്. ബാക്കിലുള്ള നെക്കിനും ഫ്രണ്ടിലുള്ള നെക്കിനും സെയിം 2.25 തന്നെയാണ് ലെങ്ത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് 4.5 കൊടുക്കുന്നത്. 4.5 ഇഞ്ച് വിഡ്ത്താണ് നെക്കിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ അളവ്. നമ്മളിവിടെ മെഷർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് നമ്മുടെ ഫാബ്രിക്കിൽ ഈ അളവ് വെച്ചിട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 പീസ്
ലൈനിങ് പീസാണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എടുക്കുന്നത്. ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. അപ്പോൾ എത്രയാണ് നമ്മുടെ അളവ് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ. ഓക്കെ. അതുപോലെ ആം ഹോളിന് നമ്മൾ കറക്റ്റ് അളവ് കൊടുത്താൽ മതി. അതിനോടൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് അളവ് തന്നെ കിട്ടും. ഓക്കെ. അതിനുശേഷം ചെസ്റ്റ് എത്രയാണ് വേണ്ടത് അത് നമുക്ക് അതിൻ്റെ 4 ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ്. അതുപോലെ വേസ്റ്റ് ലെങ്ത്ത് പ്ലസ് 1/2 ഇഞ്ച് മുകളിൽ 1/2 ഇഞ്ച് താഴെ. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. അതും വരച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ വേസ്റ്റ് വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് വിഡ്ത്തിൻ്റെ 4 ഭാഗം പ്ലസ് 1.5 ഇഞ്ച് സേവിങ് എലവൻസുമാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കിനി പോയിന്റുകൾ തമ്മിലൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. നമുക്ക് ആം ഹോള് ഷേപ്പ് ചെയ്തെടുക്കണം. ഓക്കെ. നമ്മളിവിടെ അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ആം ഹോൾ ഒന്ന് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് ആക്കിയിട്ട് ഒന്ന് കുഴിച്ച് വരയ്ക്കുക. ശേഷം നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് അത് നോക്കി മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണ് അത് മാർക്ക് ചെയ്യുക. നമ്മൾ നെക്കിൻ്റെ വിഡ്ത്തിനേക്കാൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. നെക്കിൻ്റെ ലെങ്ത്ത് സെയിം കൊടുത്താൽ മതി. ഓക്കെ. ഞാനിത് പിറകിലുള്ള ഫാബ്രിക് കൂടി ഇതിനോട് ചേർത്ത് പിൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 പീസ് ലൈനിങ് പീസ് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ ഒന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കണം. എനിക്കത് മറന്നു പോയതായിരുന്നു. ഓക്കെ. അതിനുശേഷം നമുക്കതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിന്ന് ബാക്കിലുള്ള ലൈനിങ് പീസ് ഒന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. നമ്മൾ ഫ്രണ്ടിലുള്ള പീസിൻ്റെ ആം ഹോൾ കുഴിച്ച് കെട്ടിയിട്ടില്ല. അതൊന്ന് ചെയ്യണം. ഞാനിത് രണ്ടും ഒന്ന് ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നമ്മുടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു ഭാഗം ഒന്ന് നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഈ ലൈനിങ് പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിലുള്ള നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് വർക്കൊക്കെ ഉള്ള ലൈനിങ് ആണെങ്കിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് ഇതുപോലെ താഴെ വെച്ചിട്ട് വെട്ടുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഭാഗത്തൊക്കെ നമുക്ക് നോക്കി വെട്ടാൻ അതായിരിക്കും നന്നാവുക. അപ്പോൾ ഞാനിങ്ങനെയാണ് കട്ട് ചെയ്യാറ്. ഓക്കെ. ലൈനിങ്ങിൻ്റെ പീസ് ഇതുപോലെ താഴെ ഒന്ന് വിരിച്ചെടുക്കുക. അതിനുശേഷം മുകളിൽ നമുക്ക് ആ സ്റ്റോണിൻ്റെ വർക്കൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ കഴിയും ഇങ്ങനെ വെക്കുമ്പോൾ. ഇത് നമുക്ക് ഇതുപോലെ സാധാരണ ചെയ്യുന്ന പോലെ പിൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള പാർട്ട് റെഡിയായി. നമ്മളിതുപോലെ ബാക്കിലുള്ളത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കിലേക്ക് ഞാൻ പ്ലെയിൻ നെറ്റാണ് യൂസ് ചെയ്യുന്നത്. വർക്കുള്ള ഭാഗം ഞാൻ എടുക്കുന്നില്ല. ഫ്രണ്ടിൽ മാത്രമാണ് വർക്കുള്ള നെറ്റ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഫ്രണ്ടിലെയും ബാക്കിലെയും ബോഡി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിന് ബാൻഡ് കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ. അതിന് വേണ്ടിയിട്ട് 25 നീളമുള്ള ഒരു ഫാബ്രിക്കാണ് ഞാൻ അവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ? ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 4 ഇഞ്ചാണ് എടുക്കുന്നത്. 20 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയും. ഓക്കെ. 2 പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് നടുമടക്കാം. അതിനുശേഷം ഇതൊന്ന് പിൻ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചൊരു വീതിയിലും താഴ്ഭാഗത്തേക്ക് കുറച്ച് വീതി കുറഞ്ഞിട്ടുമാണ് വരച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ മുകളിൽ ഒരു 1 ഇഞ്ച് താഴേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കുകയും ചെയ്തു. ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ? ഈ ഒരു ഷേപ്പിലാണ് ഞാൻ അവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. 2 പീസ് ഉണ്ട് കേട്ടോ.
ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വെൽവെറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ഫാബ്രിക് ഇതുപോലെ 4ആയിട്ട് മടക്കിയെടുക്കുക. ഓക്കെ, ഞാൻ 1 മീറ്റർ ആയിരുന്നു വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ഇതുപോലെ ഒന്ന് 4ആയി മടക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് നടുമടക്കുക. ഇപ്പോൾ ഇത് 6ആയിട്ടാണ് മടക്കിയെടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിതിന് ചുറ്റിലൊന്ന് പിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ വേസ്റ്റ് വിഡ്ത്തിൻ്റെ 6ൽ ഒരു ഭാഗം ആദ്യം നോക്കുക. അപ്പം നമുക്ക് 22 ഇഞ്ചാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ 6ൽ ഒരു ഭാഗം 3.6 അപ്പോൾ അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 3.1 മതി, ഞാൻ 3 എടുക്കുന്നുള്ളൂ. ഒരു പോയിൻ്റൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതുപോലെയാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3.6 മാർക്ക് ചെയ്യുക. അതിനുശേഷം 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ വരച്ചെടുത്ത ഒരു വരയിൽ നിന്നും തന്നെ താഴേക്ക് ഇതുപോലെ നമുക്ക് എത്രയാ ലെങ്ത്ത് വേണ്ടത് അതിനേക്കാൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാൻ. എന്താ വെച്ചാൽ 1/2 ഇഞ്ച് മുകളിൽ സ്റ്റിച്ചിങ് അലവൻസും പോകും, 1/2 ഇഞ്ച് താഴെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമല്ലോ, 1/4 ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്ത് നമുക്ക് താഴെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് 1/2 ഇഞ്ചും അങ്ങനെ നമ്മൾ ടോട്ടൽ 1 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ടോട്ടൽ ലെങ്ത്തിൽ നിന്നും വേസ്റ്റ് ലെങ്ത്ത് മൈനസ് ചെയ്താൽ നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 22 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത്, മൈനസ് 8.5 ഇഞ്ചാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 13.5 കിട്ടുക. അതിനോട് 1 ഇഞ്ച് കൂടി ചേർത്തിട്ട് 14.5 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഡോട്ടിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നന്നായി തന്നെ മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഒന്ന് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ഏരിയ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈനിങ് പീസും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ, ഇതുപോലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 പീസ് കൂടി ഞാൻ ഇതുപോലെ ഒന്നിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ തുണിയെ 4ആയി മടക്കുക. അതിനുശേഷം അതിനെ വീണ്ടും ഒന്നുകൂടി അകത്തേക്ക് നടുമടക്കിയിട്ട് ഇതുപോലെ കോണോട് കോണ് വെച്ചിട്ട് അകത്തേക്ക് നടുമടക്കി എടുക്കുക. പിന്നെ നമ്മുടെ ലൈനിങ് പീസ് നമ്മുടെ ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ അത്ര തന്നെ നീളം വേണമെന്നില്ല. ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, കോട്ടൻ്റെ ആണെങ്കിൽ പ്രത്യേകിച്ചും നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോട്ടൻ്റെ ലൈനിങ് കുറച്ചൊന്ന് താഴേക്ക് തൂങ്ങി വരും. അപ്പോൾ നമ്മൾ കുറച്ചൊരു 3 ഇഞ്ചോ 4 ഇഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫാബ്രിക് വെച്ചിട്ട് തന്നെയാണ് ലൈനിങ് പീസും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിഫ് നെറ്റും ഞാൻ ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ മറ്റൊരു രീതിയിൽ വെക്കുന്നത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മറ്റൊരു ഡിസൈനർ ബേബി ഫ്രോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റിഫ് നെറ്റ് ഞാൻ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത സെയിം അതിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ കട്ടിങ് ഫുൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വെച്ചെടുക്കാനുള്ള ഒരു പീസ് മാത്രം മതി. അത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ് ഉൾപ്പെടുത്താതിരുന്നത്. ഒരുപാട് പേര് പറഞ്ഞ് സ്റ്റിച്ചിങ്ങും കൂടി കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് 2 പാർട്ടാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 2 or 3 ഫ്രോക്ക് ചെയ്തതിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ നിന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക.
അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാം. ഞാൻ തിരിച്ച് ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.